എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് മിഠായികളെക്കുറിച്ചാണ്. നാം പല അവസരങ്ങളിലായിട്ട് സ്കൂളുകളിൽ കുട്ടികൾ കൊണ്ടുവരുന്നത്, കോളേജിൽ കുട്ടികൾ കൊണ്ടുപോകുന്നത്, അതുപോലെ ജോലി സ്ഥലത്ത്, അതുപോലെ ഏതെങ്കിലും ഫംഗ്ഷൻ നടക്കുമ്പോൾ അന്നേരം എല്ലാം മിഠായികൾ പലതരം നമുക്ക് കിട്ടാറുണ്ട്. നാം പ്രത്യേകിച്ച് അതിൻ്റെ കവറിലൊന്നും ഉള്ളത് വായിച്ച് നോക്കാതെ പെട്ടെന്ന് തന്നെ നമ്മളെടുത്ത് വായിലേക്കിടും. അപ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഗുണമേന്മയാണ് ഒരു വലിയ പ്രശ്നം. അതായത് അഴുക്ക് സാഹചര്യങ്ങളിൽ ഉണ്ടാക്കുന്ന, അഴുക്ക് കമ്പനികൾ ഉണ്ടാക്കുന്ന മിഠായികൾ നമുക്ക് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. നാം അത് പലപ്പോഴായിട്ട് കഴിക്കുന്നുണ്ട്. അതൊക്കെ ഒരു സ്ലോ പോയ്സണിങ് പോലെ തന്നെയാണ് വർക്ക് ചെയ്യുക. കഴിഞ്ഞ ആഴ്ച എനിക്കൊരു മിഠായി കിട്ടിയപ്പോൾ ഞാൻ അതിൻ്റെ കവറിലൊന്ന് വായിച്ച് നോക്കി. അപ്പോൾ ആ കവറിൽ എഴുതിയിരിക്കുന്നത് മെയ്ഡ് ഇൻ PRC എന്നാണ്. PRC എന്ന് പറഞ്ഞാൽ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയാണ്. മെയ്ഡ് ഇൻ ചൈന എന്ന് എഴുതി കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർ വാങ്ങത്തില്ല. അപ്പോൾ ഇത് ഒരു കൺഫ്യൂഷൻ വരുന്നതുകൊണ്ട് ഇത് എന്താണെന്ന് പോലും നോക്കാതെ അത് ആൾക്കാർ ഉപയോഗിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാന കാര്യം ചൈനീസ് മിഠായി പോലെയുള്ള വില കുറഞ്ഞ വലിയ പാക്കറ്റുകൾ എണ്ണത്തിലധികം കിട്ടുന്നതുകൊണ്ടാണ് ആൾക്കാർ ഇങ്ങനെ വാങ്ങുന്നത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. കാരണം ഗുണമേന്മ, അതായത് ഈ മിഠായിയിൽ അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്, അതുപോലെ പലതരം കളറൻ്റ് ഉണ്ട്, അഡിറ്റീവ്സ് ഉണ്ട്, പ്രിസർവേറ്റീവ്സ് ഉണ്ട്, പലതരം വളരെ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കെമിക്കൽസ് അതിൽ ഒരുപാടുണ്ട്. അതൊന്നും നാം തിരിച്ചറിയുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ള ഒരു കാര്യമേ ഉള്ളൂ, മികച്ച ഇന്ത്യയിലെ മികച്ച ഒരു 5 ബ്രാൻഡ് അല്ലെങ്കിൽ 10 ബ്രാൻഡ് ഇതിലേതെങ്കിലും ഉൾപ്പെടുന്ന മിഠായികൾ മേടിക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാതെ വിദേശത്തു നിന്നും മറ്റും മിഠായികൾ ആകർഷകമായിട്ടുള്ള സ്വർണ്ണ നിറത്തിലുള്ള കവറിലും ഒക്കെ കൊണ്ടുവരും. പക്ഷേ കിഴി പോലെ ഇരിക്കുന്നതൊക്കെയുണ്ട്. പക്ഷേ അതിൽ ഒരു സിമ്പൽ പോലും ഇല്ല. കമ്പനി ഏതാണെന്നോ എക്സ്പയറി ഡേറ്റോ ഒന്നുമില്ല. അപ്പോൾ നാം എന്ത് വിശ്വസിച്ചാണ് കഴിക്കുക? ഇനി മറ്റൊരു കാര്യമുള്ളത്, കുട്ടികൾക്ക് നാം മിഠായികൾ വാങ്ങിക്കൊടുക്കുമ്പോൾ കല്ല് മിഠായി എന്ന് പണ്ട് അറിയപ്പെട്ടിരുന്ന നല്ല കട്ടിയുള്ള, അതായത് വായിൽ ഒരുപാട് നേരം കിടക്കും, രുചി നമുക്ക് അനുഭവിക്കാൻ പറ്റും. പക്ഷേ അതിനൊരു അപകടവശമുണ്ട്. അതായത് കുട്ടികൾ അത് വായിലിട്ടുകൊണ്ട് കളിക്കും, വർത്താനം പറയും, ചിരിക്കും, വെള്ളം കുടിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് തൊണ്ടയിൽ കുടുങ്ങാനായിട്ടുള്ള സാധ്യതയുണ്ട്. തൊണ്ടയിൽ കുടുങ്ങി ശ്വാസതടസ്സം വരികയും അതുപോലെ മരണം വരെ സംഭവിച്ച കുട്ടികളുണ്ട്. അപ്പോൾ അത് വളരെ അപകടം നിറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ അതിന് പകരം നമുക്ക് ചെയ്യാവുന്നത് എന്താണെന്ന് വെച്ചാൽ എക്ലെയർസ് നടുക്ക്, ആ മിഠായിയുടെ നടുക്ക് ഒരു ഫില്ലിങ്സ് ഒക്കെയുള്ള വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മിഠായികൾ തിരഞ്ഞെടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അതായത് വായിലിട്ടാൽ ഏതാനും നിമിഷം കൊണ്ട് തന്നെ അലിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് തൊണ്ടയിലൊരു തടസ്സം പോലും വരാതെ, ഇനി അഥവാ തൊണ്ടയിൽ പോയാലും പെട്ടെന്ന് അലിഞ്ഞു പോകുമ്പോൾ തന്നെ അതിൻ്റെ ഗൗരവം കുറവുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞ ഈ കാര്യം നിങ്ങൾ മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതനുസരിച്ച് ദയവായി പ്രവർത്തിക്കുക.